ഈ സ്ക്രീന് കാണുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? അപ്പൊ പറയണം കേട്ടോ. സോ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമുക്ക് കേസ് സ്റ്റഡീസിന് വരാൻ പറ്റുന്ന, കേസ് സ്റ്റഡി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും, അതുപോലെ നമുക്ക് ഒരു ചാപ്റ്ററിൽ ഒരു ഭാഗത്ത് നിന്ന് ഡിഫറൻസുകൾ ചോദിക്കുന്നതും എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക്, അതായത് കേസ് സ്റ്റഡി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പ്രൊവിഷൻ. നമുക്കറിയാം കേസ് സ്റ്റഡി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കേസ് സ്റ്റഡി അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രൊവിഷൻ ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കേസ് ലോ എഴുതലാണ്. അതായത് മുകളിലുള്ള കേസ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന കേസിനെ നമ്മൾ മാറ്റലാണ്. ഇത് രണ്ടിൽ നിന്നും നമ്മൾ മുകളിലുള്ള പറഞ്ഞതും കേസും വെച്ചിട്ട് മുകളിലുള്ള കൺക്ലൂഷനിൽ നമ്മൾക്ക് എത്തേണ്ടതാണ്. അപ്പോ പ്രൊവിഷൻ, കേസ്, കൺക്ലൂഷൻ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിൽ ആദ്യത്തേത് പ്രൊവിഷൻ. അത് നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ തന്നിട്ടുണ്ടായിരിക്കും. ആ പ്രൊവിഷൻ ആണ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഇതേപോലെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, കേസിൽ ഓഫ് പ്രൊവിഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് എഴുതേണ്ട സാധനങ്ങളാണിത്. രണ്ടാമത്തെ കേസും അതുപോലെ തന്നെ കൺക്ലൂഷനും ഇത് നമ്മളുടെ സ്കില്ലുമായി ഡിപ്പെൻഡബിൾ ആണ്. അതായത് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഇത് ഏത് പ്രൊവിഷൻ ആണ് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ കേസ് മുകളിൽ പറഞ്ഞ പ്രൊവിഷന്റെ ടച്ച് ചെയ്തുകൊണ്ട് അതിലോട്ട് മാറ്റണം. മൂന്നാമത് എന്ത് ചെയ്യണം, നമ്മളൊരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അപ്പോ ഈ രണ്ടെണ്ണത്തില് നിങ്ങളുടെ ഇംഗ്ലീഷിലെ ചെറിയ സ്കില്ല് അവിടെ ആവശ്യമാണ്. പക്ഷെ പേടിക്കണ്ട, ചെറിയ സ്കില്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വേണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടേതായ ഭാഷയിൽ ഒരു എന്ത് ചെയ്താൽ മതി, ടെക്സ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മളെക്കാൾ പ്രൊഫഷൻസ് കൂടിയ ആളുകൾ എഴുതിയതായിരിക്കാം, നമ്മുടെ റെഫറൻസുകളിലൊക്കെ കാണാം. പക്ഷെ നമുക്ക് ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ രീതിയിലേക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടേതായ ഭാഷയിൽ കേസ് സ്റ്റഡീസിന് എഴുതി നമ്മുടേതായ ഭാഷയിൽ കൺക്ലൂഷനിൽ കൊടുത്താൽ മതി. അവിടെ പിന്നെ ഒരു ഡൗട്ട് വരാൻ പാടില്ല, എനിക്ക് അതിന്റെ സ്കില്ലില്ല എന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളില്ല എന്നോ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഒരു പ്രശ്നം വരാൻ പാടില്ല. അപ്പോ ആദ്യം നമ്മൾ നോക്കുന്നത് സാറേ, നേച്ചർ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഈ ഏരിയയില് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഏതൊക്കെ, പ്രൊവിഷൻസ് ബൈഹാർട്ട് ചെയ്യേണ്ട പ്രൊവിഷൻ ഏതൊക്കെ. ഫസ്റ്റ് നമ്മള് കേസ് സ്റ്റഡീസ് മൊത്തം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്, ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്താന്നുള്ളത്. സോ പ്രധാനമായും കോൺട്രാക്റ്റുകളെ രണ്ടായി ഡിവൈഡ് ചെയ്യും. ഒന്ന് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയും, രണ്ടാമത്തെ കേസ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് വിളിക്കും. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ, ഇപ്പൊ എനിക്കൊരു എന്ത് വേണം, ഒരു കാറ് വേണം. സോ ആ കാറ് വേണമ്പോ ഈ കാറ് 10 ലക്ഷം രൂപക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറയുമ്പോൾ അത് എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. സോ ഞാൻ എൻ്റെ നാടായ എടപ്പാളിൽ നിന്നും കാലിക്കറ്റുള്ള മറ്റൊരാൾക്ക് കത്തിൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ കാർ എനിക്ക് വിൽക്കാനുണ്ടോ എന്ന് പറയുമ്പോഴും അത് എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. എന്നാൽ ചില കോൺട്രാക്റ്റുകൾ നമ്മൾ അങ്ങനെ പറയണമെന്നില്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്വീകരിക്കുന്ന കോൺട്രാക്റ്റുകളുണ്ട്. അത് അതിന്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ് നമ്മളുടെ ട്രെയിനിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ കയറുന്ന സമയത്ത് ആക്ച്വലി അവിടെ ഓഫർ ഉണ്ട്. നിങ്ങൾ ഈ ഒരു ട്രെയിനിൽ ഇവിടെ നിന്ന് കുറ്റിപ്പുറത്ത് നിന്നും കാലിക്കറ്റ് വരെ പോവാൻ എത്ര രൂപയാണ്, 20 രൂപയാണ് ഇതിന് വേണ്ടി വരുന്ന എമൗണ്ട്. ഇന്ന സൗകര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഉള്ളത്, ആൻഡ് നിങ്ങൾ ഇതിനെ ബില്ലിംഗ് ആണോ എന്ന് ആരെങ്കിലും ഒരാൾ ഒരു ചോദിക്കുന്ന പോലെ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് വോയിസ് കേൾക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആരും പറയുന്നില്ല. പക്ഷെ അവിടെ നിന്നും നമ്മൾ ടിക്കറ്റ് എടുത്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫെസിലിറ്റീസ്, ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ടിക്കറ്റ് എടുത്താൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഫെസിലിറ്റീസ് മൊത്തം നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ ടിക്കറ്റ് എടുക്കുന്നത് എന്നാണ്. എ സിയിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എ സിയിലുള്ള ആ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്നതെന്നാണ്. പക്ഷെ ഇത് നമ്മൾ അവിടെ പറയുന്നില്ല. വൺസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറും, അത് ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ പരിധിയിൽപ്പെടും. സോ
An implied offer is the one which is inferred from the act, conduct. Conduct എന്ന വാക്കിന്റെ അർത്ഥം ആക്ട് തന്നെയാണ്. or conduct of party or from circumstances of the case. ഓരോ സിറ്റുവേഷനിൽ നിന്നും വ്യക്തികളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഇംപ്ലൈഡ് എന്നുള്ള വാക്കിനെ നമ്മൾ വേർതിരിച്ച് കാണുന്നത് എന്ന് പറഞ്ഞ്. ഇനി അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയി വരുന്ന മറ്റൊരു സാധനമാണ് ഓഫർ. പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സ്പെസിഫിക് ഓഫർ എന്ന് വിളിക്കും, രണ്ടാമത്തെ ജനറൽ ഓഫർ എന്ന് വിളിക്കും. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് നമ്മൾ ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഓഫർ എന്നും, ആൻഡ് നമ്മൾ ഒരു പബ്ലിക് ആയിട്ട് ലാർജിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ജനറൽ ഓഫർ എന്നും വിളിക്കും. അവിടെയും അതിനെ ഫർദർ ഡിവൈഡ് ചെയ്യണം. ഞാൻ ഒരു ബാച്ച് ഫസിയോളി എന്ന് പറയുന്ന സ്ഥാപനത്തില് സോ അവിടെയും ഒരു ഡെഫിനിഷൻ ഉണ്ട്. പാസിയോളി എന്ന് പറയുന്ന സ്ഥാപനത്തില് 8 ബാച്ച് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, CA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ബാച്ചിൽ വന്ന് മാത്രം ഞാൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ജനറൽ ഓഫർ ആയിട്ട് പരിഗണിക്കില്ല. അപ്പോൾ സ്പെസിഫിക് ഓഫർ ആയിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ പരിഗണിക്കുക. ആ സ്പെസിഫിക് ഓഫർ എന്ത് ചെയ്യണം, ആ ക്ലാസ്സിലുള്ള ആളുകൾ മാത്രം സ്വീകരിക്കണം. അടുത്ത ബാച്ചിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് മൊത്തം എല്ലാ ആളുകളെയും കൂടിയാണ് വിളിക്കുന്നതെങ്കിൽ അത് ജനറൽ ഓഫർ ആണ്. അത് ഏത് ക്ലാസ്സിന് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിൽ പങ്കെടുക്കാം. സോ സ്പെസിഫിക് ഓഫർ എന്താ, ജനറൽ ഓഫർ എന്താ? വെൻ ദ ഓഫർ ഈസ് മെയ്ഡ് ടു എ സ്പെസിഫിക് പേഴ്സൺ, എ ഗ്രൂപ്പ് ഓഫ് സ്പെസിഫിക് പേഴ്സൺ ഈസ് കോൾഡ് സ്പെസിഫിക് ഓഫർ. When the offer is addressed to the public at large, it is called general offer. A specific offer can be accepted by the person specifying person only. The general offer can be accepted by any member of the public at a general public. So the മൂന്നാമത്തെ ടേംസ്, നമ്മളുടെ ഓഫർ എക്സാക്ട്ലി എന്തായിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം. കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത് ആവാൻ പാടില്ല. സോ ഞാനൊരു ഓയിൽ കമ്പനിയാണ്, പലതരം ഓയിലുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ അടുത്ത് നിന്നും ഞാൻ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്ന് പറയാണ് എനിക്ക് 10 ടൺ ഓയിൽ വേണം എന്ന് പറയുമ്പോൾ അതൊരു ആ ഓഫർ സെർട്ടൈൻ അല്ല. 10,000 രൂപ തരാം, 10 ടൺ ഓയിൽ വേണം എന്ന് പറയുമ്പോൾ ആ ടേം എന്തല്ല, ഡെഫിനിറ്റ് അല്ല. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഞാൻ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓയിൽ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓയിൽ ആക്ച്വലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഡെഫിനറ്റ് ആയിട്ടും അൺഅസർട്ടൈൻഡ് ആയിട്ട് മാറിയത്, അല്ലെങ്കിൽ ഡെഫിനറ്റ് അല്ല എന്ന് പറയുന്നത്. ഞാനൊരു വെജിറ്റബിൾ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ പറയണത് എനിക്ക് എന്ത് ചെയ്യണം, ഒരു 10 കിലോ പച്ചക്കറി വേണം എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് പച്ചക്കറിയാണ് എന്നുള്ളത് എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആണ്, അതും അൺസർട്ടൈൻ ആണ്. എന്നാൽ ഓക്കെ, ഇതാണ് എന്ത്, അൺസർട്ടനിറ്റി. അത് അൺസർട്ടനിറ്റി കേസ് വരുമ്പോ എമൗണ്ടും അൺസർട്ടൈൻ ആവാം. എങ്ങനെ? ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ എന്റെ കാറ് 50,000 രൂപക്കോ അല്ലെങ്കിൽ 60,000 രൂപക്കോ, ഓക്കെ, ലിസൺ ദ പോയിന്റ്, ഞാൻ എന്റെ കാറ് 50,000 രൂപക്കോ അല്ലെങ്കിൽ 60,000 രൂപക്കോ ഞാൻ വിൽക്കാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ ആ ടേമും എന്തല്ല, സെർട്ടൈൻ അല്ല, അതും എന്താണ്, അൺസർട്ടൈൻ ആണ്. So the agreement that are uncertain or not capable of being made certain are void. For a valid contract to exist, the term including the price must be definite ആയിരിക്കണം and clear ആയിരിക്കണം. നെക്സ്റ്റ് വണ്, നമ്മൾ ചെയ്യുന്ന എഗ്രിമെന്റ് എന്തായിരിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന എഗ്രിമെന്റുകളായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാനൊരു മാജിക് വഴി ഒരു സ്വർണ്ണമല ഞാൻ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ എങ്കിൽ എനിക്ക് നീ 10 കോടി രൂപ തരണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. സോ ആ എഗ്രിമെന്റ് എന്താണ്, ഇമ്പോസിബിൾ ആണ്. സോ എഗ്രിമെന്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് ആർ കൺസിഡേർഡ് ആസ് എ വോയിഡ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്രോസ് ഓഫറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രീവിയസ്ലി എന്ത് ചെയ്യാം, കേസ് സ്റ്റഡീസ് നമുക്ക് കാണാം. സോ ക്രോസ് ഓഫറും കൗണ്ടർ ഓഫറും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ വാട്ട് ഈസ് ദ ക്രോസ് ഓഫർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ ക്രോസ് ഓഫർ എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം.
സോ ഇത് റിഫ എന്ന് പറയുന്ന ആള്, റിഫയുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കാലിക്കറ്റ് ആണ്. റിഫയ്ക്ക് എന്തുണ്ട്, ഒരു കാർ ഉണ്ട്, സ്വന്തമായ ഒരു കാർ ഉണ്ട്. ആൻഡ് അതിന് 10 lakh rupees ആണ്. ഇത് വിൽക്കാൻ വേണ്ടി കുറെ കാലമായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. സോ ഇത് പ്രൊഫസർ SSR എന്ന് പറയുന്ന ആളാണ്. ആൻഡ് ഇദ്ദേഹം താമസിക്കുന്നത് എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവളുടെ കയ്യിലുള്ള കാർ എനിക്കറിയാം. എനിക്ക് കാറ് എന്തുണ്ട് ആക്ച്വലി എടുക്കണം എന്ന് കുറെ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവള് 1/1/24 ഇവളുടെ കാറ് റിഫ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് ഞാൻ അതിന്റെ ബയ്യർ. യെസ്, നിങ്ങള് സ്ക്രീനിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, എനിക്കൊന്നും കാണുന്നില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ. ആർക്കും കാണുന്നുണ്ടാവില്ല, എനിക്കൊന്നും കാണുന്നില്ലൊന്നും. നിങ്ങള് പൂരം കഴിഞ്ഞ് 10-ന്റെ അന്നാണ് വെടിവെട്ടിക്കുന്നത്. എനിക്കറിയില്ലല്ലോ സ്ക്രീനിൽ ഇടുണ്ടെന്നോ. ഞാൻ അതൊക്കെ കേട്ടിങ്ങനെ ചിത്രം വരച്ചിരിക്കണേ. ഓക്കെ ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറച്ചേരം വെറുതെ വിട്ടാളി. ആരെ? ഓക്കെ. ആൻഡ് സാറേ, റിഫ എന്ന് പറയുന്ന ആള് കാലിക്കറ്റ് 10 ലക്ഷത്തിൽ അവൾക്ക് എന്തുണ്ട് സാറേ, ഒരു കാർ ഉണ്ട്. ഈ സ്ക്രീൻ പോവാണെങ്കിൽ പറയണട്ടാ. ആൻഡ് അവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, എനിക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടു. 1/1/24 അവളെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഒരു 3/1/24 അവൾ എന്ത് ചെയ്യണേ, കത്ത് കൊടുക്കുകയാണ്. എന്നിലേക്ക് അത് 8/1/24 സാധനം എത്തുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം നടന്നു. ഇവളിത് വിൽക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ നടത്തിയൊരു പരിപാടി, ഈ 5/1/24 അവളുടെ കാറ് വിൽക്കുമോ എന്ന് എന്ത് ചെയ്യണം, എനിക്ക് ചോദിച്ചുകൊണ്ട് ഞാനൊരു 8 ലക്ഷം രൂപയ്ക്ക്, അല്ലെങ്കിൽ 10 ആയിക്കോട്ടെ, 10 ലക്ഷം രൂപയ്ക്ക് നിന്റെ കാറ് എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് 6/1/24 എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. റിഫയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്തു. ഈ സാധനം റിഫയുടെ കയ്യിലേക്ക് എത്തുന്ന ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15/1/24 സോ ആക്ച്വലി ഇതിനെ വിളിക്കുന്ന പേര് ക്രോസ് ഓഫർ എന്നാണ്, കൗണ്ടർ ഓഫർ എന്നല്ല. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ അവിടെ നിന്ന് കൊടുത്തു ആൻഡ് ഒരു ഓഫർ ഇവിടെ നിന്ന് കൊടുത്തു. രണ്ട് ഓഫറും തമ്മിൽ എന്തില്ല, ഒരു വാലിഡിറ്റി ഇല്ല. അത് ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. എന്നാൽ കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റിഫ ഇങ്ങോട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം കേസ്, റിഫ 1/1/24 10 ലക്ഷം രൂപയുടെ കാറ് 3/1/24 വേണോന്ന് വെച്ചിട്ട് അവളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്തു. 8/1/24 എന്റെ കടുത്ത് കിട്ടി. ആൻഡ് അതിൽ 10 ലക്ഷം രൂപയാണ് ഉള്ളത്. ഞാൻ തിരിച്ചയക്കുന്ന ലെറ്റർ, റിഫ എനിക്ക് ഇത് 8 ലക്ഷം രൂപയാണെങ്കിൽ ഞാനിത് എടുത്തോളാം, ഞാനിത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇത് കൗണ്ടർ ഓഫർ ആണ്. അപ്പോ കൗണ്ടർ ഓഫറും ക്രോസ് ഓഫറും തമ്മിലുള്ള വ്യത്യാസം, കൗണ്ടർ ഓഫർ ടേംസിൽ അങ്ങോട്ട് ചേഞ്ച് വരുത്തി അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. ക്രോസ് ഓഫർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഗ്നോറൻസിൽ ഓഫർ കൈമാറുകയാണെങ്കിൽ എന്താണ്, ക്രോസ് ഓഫർ ആണ്. സോ വെൻ ദ ടു പീപ്പിൾ മേക്കിംഗ് ആൻ ഓഫർ ടു ഈച്ച് അതർ ഓൺ ദ സിമിലർ ടേം വിതൗട്ട് ഹാവിംഗ് 10 ലക്ഷം without having the knowledge of the offer being made the other side, മറ്റൊരു സൈഡ് ഓഫർ കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാതെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എ ക്രോസ് ഓഫർ. സച്ച് ക്രോസ് ഓഫർ ഡസ് നോട്ട് എമൗണ്ട് ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ദ നെക്സ്റ്റ് വണ് ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത സാധനമാണ്. നമ്മൾ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഉദ്ദേശം ലീഗൽ ആണോ സോഷ്യൽ ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി തീരുമാനിക്കപ്പെടുന്നത്. അപ്പോ നോർമലി ഈ ഇന്റൻഷൻ എന്ന് പറയുന്നത് വ്യക്തികളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനൊരു ക്ലാരിറ്റി വെക്കണം. സോ ആ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ, സ്നേഹബന്ധത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് നിയർ റിലേഷൻഷിപ്പിലുള്ള ആളുകള് മറ്റൊരാളുടെ സ്നേഹബന്ധത്തിന്റെ പുറത്ത് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ വൈഫിന് എന്ത് ചെയ്യാം, ഡയമണ്ട് നെക്ലേസ് തരാമെന്ന് പറഞ്ഞാൽ
തീർച്ചയായും കൊടുക്കുന്ന, ഞാനതൊരു അയൽവാസിക്ക്, എന്നെ അറിയാത്തൊരു അയൽവാസിക്ക് ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ അവിടെ പറയുന്ന അയൽവാസിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സോഷ്യൽ ആവും. കാരണം എനിക്ക് ആ കുട്ടിയുമായി എന്തോ ഒരു ബന്ധമുണ്ട്. ആൻഡ് എന്നാൽ എന്റെ ഒന്നും അറിയാത്ത രണ്ടാൾക്കാർ തമ്മിൽ ഒരിക്കലും അങ്ങനെ കൊടുക്കില്ല. അപ്പൊ ഒന്നും അറിയാത്ത ആളുകളുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് തീർച്ചയായിട്ടും ലീഗലാവും. നാളെ ആ കോൺട്രാക്റ്റ് ലംഘിച്ചു കഴിഞ്ഞ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുണ്ടാവും അത് കോൺട്രാക്റ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ ഇയാളെ പൂട്ടണം അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് കൊടുക്കണം എന്നുള്ളത്. ആ ഒരു തോട്ട് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ, ഫാദർ അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഉണ്ടാവില്ല. ആ തോട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിനെന്തായിട്ട് പരിഗണിക്കും, അതിനെ ലീഗലായിട്ട് പരിഗണിക്കും. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള അല്ലെങ്കിൽ അടുത്ത് നിയർ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തമ്മിലുള്ള എന്ത് കോൺട്രാക്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാൻ വാലിഡേറ്റ് ചെയ്യാം. അതെന്ത് ചെയ്താൽ മതി, അത് റിട്ടേണിൽ അപ്പൊ തന്നെ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് പെട്ടെന്ന് പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് സ്നേഹബന്ധത്തിന്റെ പുറത്തായിരിക്കണം. ഈ കണ്ടീഷൻസും ഒക്കെ ആണെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അഗ്രിമെന്റും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റും, നമുക്ക് വാലിഡ് കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും. So there must be intention, ഉദ്ദേശം on the part of the parties to create a legal relationship between them. Social അല്ലെങ്കിൽ domestic type of agreements are not enforceable in the court of law. കോടതി പോയിട്ട് കേസ് ചെയ്യാൻ പറ്റില്ല. And hence they do not result in the contract ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഇത്രയും പറയുന്ന സമയത്ത് ഇവരുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക്കുമായി ബന്ധപ്പെട്ട ഒരു കേസിലുണ്ട്, കാർവിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ എന്നുള്ളത്. ആ കേസിലോ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത സാധനമാണ് അല്ലെ. കാർലിൽ എന്ത് ചെയ്തു, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മരുന്ന് പുറത്തേക്ക് ഇറക്കി, കാർബോളിക് സ്മോക്ക് ബോൾ എന്ന് പറഞ്ഞ പാറ്റന്റ് മെഡിസിൻ കമ്പനി. എന്നിട്ട് പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തു, ഇത് പിടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൈഡ് എഫക്ട് വരികയാണെങ്കിൽ ഇത്ര പൗണ്ട് തരാന്ന് പറഞ്ഞു. കാർലിൽ അത് വാങ്ങിച്ച് കൺസ്യൂം ചെയ്ത് അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് പറഞ്ഞിരുന്നു. ആ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ എന്താണ്, ആ കേസിലോ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വണ് ഇവിടെ ലീഗൽ റിലേഷൻഷിപ്പിൽ വരുന്നത് ബോൾഫർ വേഴ്സസ് മിസസ് ബോൾഫർ ആൻഡ് മിസ്റ്റർ ബോൾഫർ എന്ന് പറയുന്ന കേസ്. ഇന്നത്തെ ശ്രീലങ്കയിലുള്ള ഒരു പട്ടണത്തില് താമസിച്ചിരുന്ന രണ്ടുപേരാണ് ആക്ച്വലി കാർലിൽ, മിസസ് കാർലിലും അതുപോലെ മിസ്റ്റർ കാർലിലും. വേറൊരു രാജ്യത്തേക്ക് ടൂർ പോയി, പെട്ടെന്ന് ഭാര്യക്ക് എന്ത് വന്നു, ഒരു ഓക്കെ. ആൻഡ് കാണുന്നില്ലേ, വിസിബിൾ അല്ലടാ, ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ കാർലിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, കാർലില് മീൻസ് അദ്ദേഹത്തിന്റെ ബോൾഫർ തിരിച്ചു വന്നു, ഹസ്ബൻഡ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ വൈഫ് ചോദിച്ചു, ഞാനിവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയാ, എനിക്ക് മൈൻ്റനൻസിന് വേണ്ടി പൈസ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരു നിശ്ചിത എമൗണ്ട് പറഞ്ഞ് തിരിച്ചു പോന്നു. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം അത്ര അടിപൊളി അല്ലാത്തതുകൊണ്ട് പിന്നീട് എന്ത് സെപ്പറേഷനിലേക്ക് വന്നപ്പോ അദ്ദേഹം പിന്നീട് ആ പേയ്മെന്റ് കൊടുക്കാതായി. കേസ് ഫയൽ ചെയ്തപ്പോ കോടതി പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമ്പോൾ സ്നേഹബന്ധത്തിന്റെ പുറത്ത് എന്ത് ചെയ്യും, നിങ്ങൾ പല ഇതിലും എൻ്റർ ചെയ്യും, അതെന്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, വാലിഡ് കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. നെക്സ്റ്റ് വന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണെന്ത്, ഓഫർ ഈസ് എ സ്പെസിഫിക് ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മറ്റുള്ള ടോപ്പിക്കിൽ നിന്ന് അവിടെ നിന്ന് ചോദിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഒറിജിനൽ ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, ഒറിജിനൽ ഓഫർ ഡെഫിനിറ്റ് ആണ്, യെസ് ഓർ നോ. നമുക്ക് ഈ സാധനം കിട്ടിയാൽ മതി. സോ എന്റെ കയ്യിൽ ഒരു പെന്നുണ്ട്, ആ പെണ്ണ് ഞാൻ 10,000 രൂപക്ക് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ ഫൈനൽ വില്ലിങ്നെസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ചർച്ച നടത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും എന്ത് ചെയ്യല്ല, ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യല്ല. സോ ഇത് ആക്ച്വലി എന്താണ്, ഒരു യഥാർത്ഥ ഓഫറാണ്, ഡെഫിനിറ്റ് ആണ്. ആൻഡ് എന്നാൽ ഇൻവിറ്റേഷൻ ടു ഓഫറിന്റെ പ്രത്യേകത, നിങ്ങൾ ഡെഫിനിറ്റ് അല്ല കൊടുക്കുന്നത്, നിങ്ങൾ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്.
ആ പ്രപ്പോസൽ നിങ്ങൾ വായിച്ച് അറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് രണ്ടാമത് വന്ന് അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഓഫർ ചെയ്യണം. അപ്പോഴാണ് അത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആയിട്ട് മാറുന്നത്. സോ കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്താ പറയാ, എന്റെ കയ്യിലൊരു അല്ലെങ്കിൽ ഞാനൊരു എന്റെ ഒരു പെണ്ണ് പ്രധാനപ്പെട്ട വില കൂടിയ വാച്ചസ് വിൽക്കുന്ന ആളാണ്. ഒരു 3 പീസ് ഓഫ് വാച്ച് ഞാൻ വിൽക്കാനുണ്ട്. സോ ഞാൻ ക്ഷണിക്കുകയാണ്, ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ക്ഷണിക്കുകയാണ് ഞാൻ. നോക്കൂ, എന്റെ കയ്യിൽ ഒരു 3 പീസസ് ഓഫ് വാച്ച് വന്നിട്ടുണ്ട്. ആൻഡ് മിനിമം നിങ്ങൾ എന്ത് ചെയ്യൂ, ഇങ്ങോട്ട് പ്രൈസ് പറയൂ. നിങ്ങൾ പറയുന്ന പ്രൈസ് പറയൂ. ഏറ്റവും കൂടുതൽ വില ആരാണോ പറയുന്നത് അയാൾക്ക് ഞാനത് വിൽക്കും എന്ന് പറയുമ്പോ അത് യഥാർത്ഥ ഓഫർ അല്ല, മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് ഒരു ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കുറെ ഓഫറുകൾ ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു ഓഫർ എനിക്ക് എന്ത് ചെയ്ത് കിട്ടിയാൽ പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ പിക്ക് ചെയ്യും. സോ അതായത് നിങ്ങൾ ഇങ്ങോട്ട് ഓഫർ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചു. ആ പ്രപ്പോസലിൽ നിങ്ങൾ ആകൃഷ്ടരായി നിങ്ങളോട് വന്നിട്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ചില കേസ് സ്റ്റഡികളിൽ നിന്നും എന്ത് വന്നിട്ടുണ്ട്, ഒരു പ്രത്യേക കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രൈസ് ആക്ച്വലി പറയുന്നത് എന്തല്ല, ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യന്റെ ലോവർ പ്രൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് അതിന് ആൻസർ ചെയ്യുന്നത് ആക്ച്വലി എന്തായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്കത് ഒരു ഓഫർ ആയിട്ട്, ഒറിജിനൽ ഓഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്? അവിടെ ഒരു നമ്മുടെ മെറ്റീരിയലിൽ ഒരു ഹാർവി വേഴ്സസ് ഫേസി എന്ന് പറഞ്ഞിട്ടൊരു കേസ് പറയുന്നുണ്ട്. ഈ ഹാർവി വേഴ്സസ് ഫേസി എന്ന് പറയുമ്പോൾ ഈ കേസിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ഉടലെടുത്തത്. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ പറയുന്നത് ആക്ച്വലി എന്തല്ല എന്നുള്ളത്, അത് ഓഫർ അല്ല, യഥാർത്ഥ ഓഫർ അല്ല എന്ന് പറയുന്നത്. ആ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഫേസി എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി അദ്ദേഹം വിൽക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ഹാർവി ടെലഗ്രാമിൽ ഒരു മെസ്സേജ് ചെയ്തു. അന്നത്തെ കാലാണ്. ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്തു ഫേസിക്ക്, ഫേസി നിന്റെ ഈ ഒരു വീടിന്റെ ആക്ച്വലി ഈ ഒരു വില്ലയുടെ മിനിമം പ്രൈസ് എത്രയാണെന്ന് നീ ഒന്ന് പറയൂ. ആൻഡ് ഞാൻ എടുക്കാൻ പ്രോപ്പർട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ഹാർവി പറയാണ്, ഞാൻ എടുക്കാൻ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന ആളാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ മിനിമം പ്രൈസ് നീ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഫേസി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ മിനിമം ഇത്ര രൂപയാണെന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ ഓക്കെ ഞാൻ എഗ്രി ആണ്, നീ അതിന്റെ ടൈറ്റിൽ ഡീഡ് ഡോക്യുമെന്റ് എനിക്ക് അയക്കിയെന്ന് പറഞ്ഞു. ആൻഡ് ആക്ച്വലി ആ മിനിമം പ്രൈസിന് വിൽക്കാൻ എന്നല്ല ആര് താല്പര്യപ്പെടുന്നില്ല, ഫേസി താല്പര്യപ്പെടുന്നില്ല. കാരണം അതിലും കൂടുതൽ എമൗണ്ട് അതിന് ഡിമാൻഡ് മാർക്കറ്റിൽ ഉണ്ട്, അതും ആഗ്രഹിക്കും. ആൻഡ് നിങ്ങൾ ലോവസ്റ്റ് പ്രൈസ് എത്രയാണ് മിനിമം നിങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോ അയാൾ അത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻഡ് അതിനൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് പരിഗണിക്കാൻ കഴിയില്ല, അതൊരു യഥാർത്ഥ ഓഫറായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഹാർവി വേഴ്സസ് ഫേസി എന്ന് പറയുന്ന കേസിൽ കോടതി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതേ കേസിൽ തന്നെ അടുത്തൊരു കോൺസെപ്റ്റും കൂടെ വന്നു. നിങ്ങൾ ഒരാളൊരു ക്വസ്റ്റ്യൻ പ്രൈസ്, അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അവിടെ നിന്നും ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരാളോട് ഒരു പ്രൈസ് ചോദിച്ച്, പ്രോഡക്റ്റിന് ഒരു പ്രൈസ് ചോദിച്ച് അയാൾ ഒരു പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥ ഓഫറായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. ചിലപ്പോ അയാൾ പറയണേ, എനിക്ക് സോറി കേട്ടോ, എന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയതാണ്, ഞാൻ ആക്ച്വലി ഇതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞത് ഇതായി പോയി. പക്ഷെ ഇയാൾ പറയുന്നത്, വാങ്ങിക്കാൻ വരുന്ന ആൾ പറയാൻ നിന്റെ വാക്ക് ഫസ്റ്റത്തെ വാക്ക് ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ പ്രശ്നങ്ങൾ വരും. അപ്പോ ഈ ഹാർവി വേഴ്സസ് ഫേസി എന്നുള്ള കേസിൽ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് കോടതി പറഞ്ഞു, ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് പ്രൈസ് ചോദിച്ച് ആ പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, അതൊരു കേസിലോ അതൊരു ഓഫറായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയണ്ടായി. ഇനി അതേപോലെ തന്നെ നമ്മൾ ഷോപ്പുകളിൽ പോണ സമയത്ത് അവിടെ എന്ത് കാണാൻ പറ്റും, അവിടെ കുറെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതും ആക്ച്വലി എന്തായി പരിഗണിക്കാൻ പാടില്ല, അതും ആക്ച്വലി അതൊരു ഓഫറായിട്ട് പരിഗണിക്കാൻ പാടില്ല. അത് കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടണം. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും കുറച്ച് പ്രോഡക്റ്റുകൾ പിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാഷ്യറിന്റെ അടുത്തേക്ക് അത് കൊടുക്കുന്ന സമയത്താണ് അത് ആക്ച്വലി എന്തായിട്ട് മാറുന്നത്, ഓഫറായിട്ട് മാറുന്നത്.
അത് ക്യാഷ്യറിന് ഒരു പക്ഷേ റിജക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാഷ്യർ ഒരു പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാം. അത് ക്യാഷ്യറിന്റെ ഇഷ്ടമാണ്. പക്ഷെ ആക്ച്വലി അത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സാധനം അവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വരൂ, അത് പിക്ക് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, ഓഫർ ചെയ്യൂ. അപ്പോ ഇത് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് ഇതുമായി മുന്നേ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഈ എന്താ പറയാ പ്രൈസ് ടാഗ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ റെസ്റ്റോറന്റിൽ പോകുന്നു. റെസ്റ്റോറന്റിൽ പോകുന്ന സമയത്ത് കുറെ ലൈമിന് 250 രൂപ, ലൈമിന് 25 രൂപ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ചിക്കൻ 65 എത്ര 120. ഇങ്ങനെ കാറ്റലോഗിൽ നമുക്ക് പ്രൈസ് തരുന്ന സമയത്ത് അത് ആക്ച്വലി ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതിന്റെ ഈ ഒരു ഇത് എടുത്തോളൂ, ഇതിന് 250 രൂപയല്ലേ എന്ന് ചോദിക്കും നമ്മള്. അതും ആക്ച്വലി അങ്ങോട്ട് നമ്മൾ ഓഫർ ചെയ്യാണ്. അപ്പോ ഇതൊക്കെ ആക്ച്വലി എന്തായി പരിഗണിക്കും, ഇൻവിറ്റേഷൻ ടു ഓഫർ ആയി പരിഗണിക്കും. സപ്പോസ് അത് 250 രൂപയുടെ അല്ല 300 രൂപ ആയിട്ടുണ്ട്, നിലവിൽ അത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ 250 എഴുതി കഴിഞ്ഞ് നമുക്ക് അതിന്റെ മുകളിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിൽ എഴുതുന്നതെല്ലാം ഇൻവിറ്റേഷൻ ടു ഓഫർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിഗണിക്കും എന്ന് കോടതിയുടെ പ്രസ്താവന ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കേസിലാണ് ഓപ്ഷൻ സെയില്. ഓപ്ഷൻ സെയില് എന്ന് പറയുന്നത് നമ്മള് എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എല്ലാ ആളുകളും ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനീർ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഓപ്ഷന് വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് കുറെ പ്രൈസുകൾ പറയും, ഏറ്റവും ഹയസ്റ്റ് പ്രൈസിന് അത് വിൽക്കും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സ്റ്റഡീസ് ഉണ്ട്. ഹാരിസ് വേഴ്സസ് നിക്കേഴ്സൺ എന്ന് പറഞ്ഞൊരു കേസിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ഈ ഒരു നിക്കേഴ്സൺ എന്ന് പറയുന്ന ഒരു കമ്പനി അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ ഫർണിച്ചർ, ഓഫീസിന്റെ ഫർണിച്ചറൊക്കെ എടുത്ത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഓപ്ഷൻ ഇടാൻ വേണ്ടി തീരുമാനിച്ചു, പരസ്യം കൊടുത്തു. ഒരു സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്ത് നിന്നും ഹാരിസ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, എവിടെ എത്തി, നിക്കേഴ്സന്റെ പ്രൊമൈസസിൽ എത്തിയപ്പോ അതിന് മുന്നേ തന്നെ നിക്കേഴ്സൺ ആ ഓപ്ഷൻ സെയിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഹാരിസ് പറഞ്ഞു, ഞാൻ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് കാറൊക്കെ വിളിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, എനിക്ക് അതിന്റെ ഫീസ് വേണമെന്ന് പറഞ്ഞപ്പോ കോടതി പറഞ്ഞു, ആക്ച്വലി ഓപ്ഷൻ സെയിൽ നടത്തുക എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വന്നിട്ട് ഓപ്ഷനിൽ പങ്കെടുക്കണം. എന്നിട്ട് ആ പ്രോഡക്റ്റിന് നിങ്ങൾ എന്ത് പറയണം, നിങ്ങൾ അങ്ങോട്ട് ബിഡ് ചെയ്യണം, അങ്ങോട്ട് പ്രൈസ് പറയണം. എന്നിട്ട് അതിലൊരു പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ യഥാർത്ഥ ഓഫറും ആക്സെപ്റ്റൻസും നടക്കുന്നുള്ളൂ. അവിടെ കോൺട്രാക്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ആവുമ്പോഴാണ് നിയമപ്രകാരം ലയബിലിറ്റി വരുള്ളൂ. നിങ്ങൾ ആ കാറിന്റെ എക്സ്പെൻസ് ആരിൽ നിന്നും കിട്ടാൻ, നിക്കേഴ്സിൽ നിന്നും കിട്ടാൻ ഹാരിസിന് എന്തില്ല, ഒരു അധികാരമില്ല എന്ന് എന്ത് ചെയ്തു, കോടതി അവിടെ പറയണ്ടായി. സോ an offer is a specific proposal made by one party to another to entering into legally binding agreement. എന്നാൽ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് എ പ്രൈമർലി സ്റ്റെപ്പാണ്, ഒരു സ്റ്റെപ്പാണ് where one party invite the other to make a offer. അവരെ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഓഫർ ചെയ്യട്ടെ, which can be accepted or rejected. അത് നമുക്കൊരു പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം. റെസ്റ്റോറന്റിലെ മെനു, പ്രൈസ് ലിസ്റ്റ്, ഗുഡ്സ് സ്റ്റോറിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുക, ഇതൊക്കെ ആക്ച്വലി ഇൻവിറ്റേഷൻ ടു ഓഫറുമായി ബന്ധപ്പെട്ടതാണ്. സോ നെക്സ്റ്റ്, an advertisement അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് വിത്ത് പ്രൈസ് ടാഗ് is generally considered as a invitation to offer, not a binding offer. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, കാണുന്നു, ആ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് വരുന്ന സമയത്ത് ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രൈസ് ഇത്രല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ആ കടക്കാരൻ ഒന്നല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. കാരണം ആക്ച്വലി ആ സമയത്താണ് നിങ്ങൾ യഥാർത്ഥ ഓഫർ വെക്കുന്നത്. പ്രൈസ് ലേബൽ ഓൺ ആർട്ടിക്കിളും എന്താണ്, ഓഫർ ആണ്. അത് യഥാർത്ഥ ഓഫർ അല്ല, ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. വിച്ച് മേ ഓർ മേ നോട്ട് ആക്സെപ്റ്റ്. അതൊന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് കേസ് സ്റ്റഡി നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഫോളോയിങ് ആർ ദ ഇൻസ്റ്റൻസ് ഇൻവിറ്റേഷൻ ടു ഓഫർ. കമ്പനി ഷെയർ ക്ഷണിക്കാൻ വേണ്ടി പ്രോസ്പെക്ടസ് പുറത്തേക്ക് ഇറക്കണം നിയമപ്രകാരം. പബ്ലിക് കമ്പനി പബ്ലിഷ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഷെയർ ക്ഷണിക്കണമെങ്കിൽ ഒരു ഡോക്യുമെന്റ് പുറത്തേക്ക് ഇഷ്യൂ ചെയ്യണം. ആ ഡോക്യുമെന്റ് നോക്കി വായിച്ചിട്ടാണ് ആക്ച്വലി ഷെയർ എന്ത് ചെയ്യുക, വാങ്ങിക്കുക കസ്റ്റമേഴ്സ്. അപ്പോ യഥാർത്ഥത്തിൽ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ആൻഡ് അത് വായിച്ചിട്ട് എനിക്ക് ഇത്ര ഷെയർ വേണമെന്ന്, ഇത്ര രൂപയ്ക്ക് വേണമെന്ന് ബിഡ് ചെയ്യുന്ന സമയത്താണ് അത് യഥാർത്ഥ ഓഫർ ആവുന്നത്.
കമ്പനിക്ക് അത് വേണമെങ്കിൽ സ്വീകരിക്കാം, അതല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. സോ the prospectus by company to public to subscribe for each share and display goods display already discuss ചെയ്തു. ആ ഓപ്ഷൻ സെയിൽ അഡ്വർടൈസ്മെന്റ് കൊട്ടേഷൻ അതും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക, സിമെന്റ് വേണം, വ്യത്യസ്ത കടകളിൽ പോയിട്ട് കൊട്ടേഷൻ ആവശ്യപ്പെടുന്നു. കൊട്ടേഷൻ തന്നതിന് ശേഷം നിങ്ങൾ എന്റെ കയ്യിൽ കൊട്ടേഷൻ വാങ്ങിച്ചു സിമെന്റ് ഞങ്ങൾ തന്നെ ഇറക്കും എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ അത് നോക്കി അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യും, അത് അപ്പഴേ യഥാർത്ഥ ഓഫർ ആവുന്നുള്ളൂ, അപ്പഴേ യഥാർത്ഥ ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ സെയിം കേസ് ലോയുമായി ഈ നമ്മുടെ ഹാരിസ് വേഴ്സസ് നിക്സൺ എന്ന് പറഞ്ഞ കേസ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷനിയർ ഹാസ് ദ റൈറ്റ് ടു വിഡ്രോ ചെയ്യാൻ പറ്റും ഫ്രം സെയിൽ എനി ടൈം ബിഫോർ ദ ഓപ്ഷൻ ഇസ് കംപ്ലീറ്റഡ്. ദിസ് മീൻ ദാറ്റ് ദർ ഇസ് നോ ഒബ്ലിഗേഷൻ ടു സെൽ ഐറ്റംസ്. വിഡ്രോ ചെയ്ത് ഇല്ല, നോ ലീഗൽ കോൺട്രാക്ട് അവിടെ ഫോം ചെയ്യുന്നില്ല. ആൻഡ് ഹമ്മർ ഇസ്പാൾ എന്ന് പറഞ്ഞാൽ ഹാമർ അടിക്കണം ഓപ്ഷനിയർ, നമ്മൾ സെയിൽ പുസ്തകത്തിൽ പഠിച്ചാണ്. ഒരടി അടിക്കുമ്പോഴാണ് അത് കംപ്ലീറ്റഡ് ആയിട്ട് മാറുന്നത്, ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് യഥാർത്ഥ ഓഫർ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വണ്, ആൻ ഓഫർ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെ? അത് 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 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഓഫർ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് അവിടെ ഇതിപ്പോ ചില സ്ഥലങ്ങളിൽ കാണുന്നതാണ്. നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്തൊക്കെ നമ്മള് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും, താങ്കളെ വിളിക്കട്ടോ എന്നൊക്കെ പറയും, തിരിച്ചു പോരും. അപ്പോ ആ കമ്പനിയില് താങ്കളെ എന്റെ സുഹൃത്തുണ്ടാവും, ഞാനാണ് ഇന്റർവ്യൂവിന് പോയത്, ഞാൻ എന്നോട് കോൺട്രാക്ട് ഒക്കെ ഡീൽ ചെയ്തു, കറക്റ്റ് എല്ലാം പറഞ്ഞു. ആൻഡ് എന്റെ സുഹൃത്ത് ആ കമ്പനിയിൽ അവിടെ നിലവിൽ അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവൻ ആ മാനേജ്മെന്റ് ടോക്കിന്റെ ഭാഗമാണ്. ആ സുഹൈൽ സാറിനെ എടുക്കാം നമുക്ക് എന്നൊക്കെ അവര് ഡിസ്കസ് ചെയ്തു. ഈ കാര്യം അവൻ എന്നെ ഇൻഡയറക്ട്ലി അറിയിച്ചു, ഇൻഫോർമൽ ആയിട്ട് അറിയിച്ചു, കാരണം നിന്നെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് എന്നാൽ കമ്പനിക്ക് പിന്നീട് മനംമാറ്റം സംഭവിച്ചിട്ട് എന്ത് ചെയ്തില്ല, എന്നെ എടുത്തിട്ടില്ല. ഒരു നിയമപ്രകാരം ഒരു കാരണവശാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സോ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ പേഴ്സൺ ടു whom it is made, otherwise there cannot be acceptance. അവിടെ തെറ്റുണ്ട്, ഓഫർ അല്ല, acceptance to be completed must be communicated to the person to whom it is made, otherwise there can be acceptance ഇല്ല. മിയർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എന്തായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, ആക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഗണിക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത 13ാമത്തെ, നമ്മൾ ഒരു കാരണവശാലും ഓഫറിന്റെ കൂടെ എന്ത് വെക്കാൻ പാടില്ല, നിങ്ങൾ സൈലന്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കും എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് പറഞ്ഞുതരാം. ഒരു നിശ്ചിത ടേംസ് വെച്ചിട്ട്, നിശ്ചിത സമയം വെച്ചിട്ട്, ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് അല്ല. ഒരു എക്സാമ്പിൾ പറയണേ, ഞാൻ എന്ത് ചെയ്യുന്നു, റിഫയ്ക്ക് എന്റെ കാർ വിൽക്കുന്നു, ഞാൻ റിഫയോട് പറയണേ, റിഫ എന്റെ കാറിന് 10 ലക്ഷം രൂപയാണ്, നീ അത് എടുത്തോളൂ, അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 5/5/2024 നീ പേയ്മെന്റ് തന്നിട്ടില്ല എങ്കിൽ, പേയ്മെന്റ് അല്ല, നീ ആക്സെപ്റ്റ് ഒന്നും തന്നെ മുണ്ടുന്നില്ല എങ്കിൽ, സൈലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റഡ് ആയിട്ട് പരിഗണിക്കട്ടോ എന്ന് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. An offer cannot impose the term where non-compliance result in acceptance. അത് ചെയ്തിട്ടില്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ആവും എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. An offer cannot state that silence അല്ലെങ്കിൽ failure to communicate accept by specific time will automatically constitute the acceptance എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് എക്സാമ്പിളിൽ പറയുന്നു. ഇനി കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റഡ് ആവുക എന്ന് വെച്ചാൽ, ഏത് വ്യക്തിക്കാണോ നമ്മൾ ഓഫർ കൊടുക്കുന്നത് അയാളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ ആ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റഡ് ആവുന്നത്. 1/1/24 കാർ വേണോ എന്ന് ചോദിച്ച് 5/1/24 പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8/1/24 എന്റെ അടുത്ത് കിട്ടിയിട്ട് 15/1/24 ഞാൻ പൊട്ടിച്ച് വായിക്കുന്നതെങ്കിൽ എന്ന് കമ്മ്യൂണിക്കേഷൻ ഓഫർ കഴിയുമെന്ന് വെച്ചാൽ 15/1/24 കമ്മ്യൂണിക്കേഷൻ ഓഫർ അവസാനിക്കുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് ഓഫറിനെ സംബന്ധിച്ച് ഇരു വ്യക്തികളുടെയും എതിർകക്ഷികളുടെ പ്രവർത്തനത്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്.
ഓഫറെ സംബന്ധിച്ച് എതിർകക്ഷിയായിട്ടുള്ള ആക്സെപ്റ്ററുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് ലെറ്റർ ഔട്ട് ഓഫ് ദ പവർ ആവുമ്പോഴും ആൻഡ് ആക്സെപ്റ്ററെ സംബന്ധിച്ച് എതിർകക്ഷിയായിട്ടുള്ള ഓഫറുടെ കയ്യിൽ നിന്ന് ഓഫറുടെ അടുത്തേക്ക് അത് എത്തുമ്പോഴുമാണ് കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് സംഭവിക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് സംഭവിക്കുന്നത് മുന്നേ ഓഫറർക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഓഫർ വിഡ്രോ ചെയ്യാം. ആക്സെപ്റ്ററുടെ എന്ത് ചെയ്യാം, അതിനു മുന്നേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ഒരു 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 ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സ്റ്റഡിന്റെ എന്താണ് കേസ് സ്റ്റഡി? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫർക്ക് ഒരു ഓഫർ കൊടുത്തു, അയാൾ അത് സ്വീകരിച്ച് അത് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓഫറെ സംബന്ധിച്ച് ഔട്ട് ഓഫ് ദ പവർ ആയി കഴിഞ്ഞാൽ ഓഫറെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റഡ് ആയി. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആക്സെപ്റ്റർക്ക് തോന്നി എന്തിനാണ് ഈ ഓഫർ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്, വേറെ ചെയ്യാമായിരുന്നില്ലേ? അപ്പൊ അയാൾ അത് എന്ത് ചെയ്തു, റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് ബാക്കിൽ റിവോക്കേഷൻ ലെറ്റർ അയച്ചു. അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ റിവോക്കേഷൻ ലെറ്റർ അപ്പുറത്തേക്ക് എത്തണം, എങ്കിലേ റിവോക്കേഷൻ വാലിഡ് ആയി പരിഗണിക്കൂ. എന്നാൽ അറ്റ് ദ സെയിം ടൈം ആക്സെപ്റ്റൻസ് ലെറ്റർ അവിടെ കിട്ടി, പ്ലസ് അറ്റ് ദ സെയിം ടൈം റിവോക്കേഷൻ ലെറ്റർ അവിടെ കിട്ടിക്കഴിഞ്ഞാല് അതിനെങ്ങനെയാണ് ഏതാണ് റിവോക്കഡ് ആയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് സാറെ പരിഗണിക്കാൻ കഴിയുക? റിവോക്കഡ് ആയോ അല്ലെങ്കിൽ റിവോക്കഡ് ആയിട്ടില്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ലെറ്റർ ആണോ അദ്ദേഹം ആദ്യമായിട്ട് അത് പൊട്ടിച്ചു വായിക്കുന്നത് അതാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുക, റിവോക്കേഷൻ ആയിട്ട് പരിഗണിക്കുക. സോ കമ്മ്യൂണിക്കേഷൻ ലെറ്റർ ആദ്യം എത്തിയിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് ആയിട്ട് ആ കോൺട്രാക്ട് അവിടെ സ്ഥാപിതമായിട്ട് കരുതും. റിവോക്കേഷൻ ലെറ്റർ ആണ് ആദ്യം പൊട്ടിച്ചു വായിക്കുന്നത്, ആ ഓഫർ എന്ത് ചെയ്യും, റിവോക്കേഷൻ ആയിട്ട് കരുതും. ഇതേപോലെ തന്നെ ഒരു കേസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം കൂടി ഉണ്ട്, ഡെത്തിന്റെ കേസ്. അതായത് ഓഫറർ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു ഓഫർക്ക് എന്ത് ചെയ്തു, ഒരു ഓഫർ കൊടുത്തു. എന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓഫറർ മരിച്ചാൽ രണ്ട് കേസ് വരും. ആ ഇൻഫർമേഷൻ ഓഫർ അറിഞ്ഞിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ കോൺട്രാക്ട് എന്തല്ല, ആക്സെപ്റ്റഡ് ആയിട്ട് പരിഗണിക്കില്ല. എന്നാൽ ആ ഇൻഫർമേഷൻ അറിയാതെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ട് പരിഗണിക്കും, ആ കോൺട്രാക്ട് വാലിഡ് ആയിട്ട് പരിഗണിക്കും. അവിടെയും അപ്പൊ ചോദ്യം വരും നിങ്ങൾക്ക്, സാർ ഒരു ഡൗട്ട്, അപ്പൊ അയാൾ മരിച്ചു പോയില്ലേ, എങ്ങനെ അത് പെർഫോം ചെയ്യാൻ പറ്റും? നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നോർമലി പെർഫോമൻസിൽ അയാൾ മരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ചെയ്യണം. ചെയ്യാൻ പറ്റാത്ത സ്കില്ല്, ആർട്ട്, കല അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അതോടുകൂടി ആ കോൺട്രാക്ട് എന്തായി മാറും, വോയിഡ് ആയിട്ട് മാറും. അപ്പോ അത് വോയിഡ് കോൺട്രാക്റ്റിലെ അതെന്തായി നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണമെങ്കിൽ നമുക്ക് ആദ്യം കോൺട്രാക്ട് വാലിഡ് ആയിരുന്നു, പിന്നീട് വോയിഡ് ആയിട്ട് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So the acceptance, the communication of proposal is completed when it comes to the knowledge of person to whom it is made. Acceptance may be revoked at any time before communication acceptance is completed as against the acceptor. When the letter of acceptance, letter of revocation ഒരുമിച്ച് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് റിവോക്കേഷൻ ആണ് ഏതാണോ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അതാണ് എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. കൗണ്ടർ ഓഫർ നമ്മൾ ഓട്ടോമാറ്റിക് ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. A new offer which is made in response to offer made earlier and the counter offer amount rejection of original offer ആണ്. ഒറിജിനൽ ഓഫർ റിജക്ട് ചെയ്യപ്പെടും. ഇറ്റ് ഈസ് കോൾഡ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. അപ്പൊ നമ്മൾ കൗണ്ടർ ഓഫർ മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ നിയമവശവും കൂടി പഠിക്കണം. കൗണ്ടർ ഓഫർ വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് ആവോ ഇൻവാലിഡ് ആവോ എന്നുള്ളതും കൂടി പഠിക്കണം. എങ്കിൽ കാരണം എന്താ, കേസ് സ്റ്റഡീസ് അങ്ങനെ വരികയാണെങ്കിൽ വാട്ട് ഈസ് എ കൗണ്ടർ ഓഫർ എന്നല്ലായിരിക്കില്ല ചോദിക്കില്ല. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡീസ് ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് എ കൗണ്ടർ ഓഫർ എന്നല്ല ചോദിക്കുക, എക്സാമ്പിൾ പ്രാക്ടിക്കൽ സെൻസിൽ വരും. അപ്പൊ അതിന്റെ എന്തുകൂടി പഠിച്ചു വെക്കണം, വാലിഡിറ്റി എന്താന്ന് കൂടി പഠിച്ചു വെക്കണം. സോ ദ കൗണ്ടർ ഓഫർ എമൗണ്ട് റിജക്ഷൻ ഓഫ് ഒറിജിനൽ ഓഫർ ആണ്. ആൻഡ് അതെന്തായിട്ട് പരിഗണിക്കില്ല, വാലിഡ് ആയി പരിഗണിക്കില്ല എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് സാറേ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നാച്ചർ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നും കിട്ടിയത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് എന്തുണ്ടായിരിക്കണം, വെച്ചിട്ടുണ്ടായിരിക്കണം. സോ നെക്സ്റ്റ് ഡിഫറൻസ്, ഈ ഭാഗത്ത് നിന്നും കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഡിഫറൻസ്
സാറേ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? Can you hear me? Yes. Okay. So distinction between actually void contractum voidable contractum തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Void contract and voidable contractum. Distinction between illegal agreement and void agreement. Distinction between offer and invitation to offer. Distinction between agreement and contract. Distinction between offer and invitation to offer അതിൽ പെട്ടു. സോ അത് എത്രാമത്താണ് സാറേ? മൂന്നാമത്തത്. 1, 2, 3. സോ ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ ഓഫറിൽ എ പ്രപ്പോസൽ മെയ്ഡ് വിത്ത് ക്ലിയർ ഇന്റൻഷൻ ആണ് ടു ഒബ്റ്റെയിൻ ദ അതർ പാർട്ടി അസെന്റ്. താങ്കൾക്ക് സമ്മതമാണോ സർ? എന്റെ കയ്യിലുള്ള പെണ്ണ് 10,000 ക്ലിയർ ടേം ആണ്. യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. ലീഗൽ ഒബ്ലിഗേഷൻ അത് ആക്സെപ്റ്റ് ചെയ്ത് ഓൺ ദ സ്പോട്ട് ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യും. എ പേഴ്സൺ സെല്ലിംഗ് ടു കാർ ഫോർ 10,000 തരാം. താങ്കൾ എടുക്കാൻ തയ്യാറാണോ എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ്. ഡെഫിനിറ്റ് ആണ്. capable of being assumed to form contract to conclude a contract upon the acceptance. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കോൺട്രാക്ട് ആയിട്ട് മാറും. സ്റ്റേറ്റ്മെന്റ് ആണ്, ആക്ഷൻ ആണ്, മിയർലി ഇൻവൈറ്റിംഗ് ടു അതർ ടു മേക്ക് ഓഫർ അല്ലെങ്കിൽ നെഗോസിയേഷൻ. നിങ്ങൾ വരൂ, നെഗോസിയേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചർച്ച നടത്തുക. നിങ്ങൾ ആദ്യം വരൂ, നിങ്ങളോട് ഓഫർ ചെയ്യൂ, എന്റെ മുകളിൽ ചർച്ച നടത്താം, ഞാൻ തീരുമാനിക്കും അത് ആക്സെപ്റ്റ് ചെയ്യണോ എന്ത് വേണ്ടോ എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇറ്റ് ഈസ് എന്താണ് ഒരു ഓഫർ മാത്രമാണ്. ഡിസ്പ്ലേ ഓഫറും പ്ലേസ് ടാഗും കമ്പനിയുടെ പ്രോസ്പെക്ടസും ഷെയറും ടെൻഡറും ഒക്കെ ആക്ച്വലി ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഇൻഡെഫിനിറ്റ് അല്ല. ആൻഡ് ഇന്റൻഡിങ് ടു സോളിസിറ്റ് ദ സ്റ്റേറ്റ് ദ ഓഫർ. ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യാണ് ഇങ്ങോട്ട് ഓഫർ ചെയ്യൂ എന്നുള്ളത്. ടു ഇൻവൈറ്റ് ദ അതർ ഓഫർ ആണ്. അത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ യഥാർത്ഥ അതോ ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓഫർ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും. വോയിഡബിൾ കോൺട്രാക്ട് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ വരുന്ന സാധനമാണ്. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ. പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സമ്മതം കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഫ്രോഡോ മിസ്റെപ്രസെന്റേഷനോ വഴി വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് സാറേ? ആക്ച്വലി വോയിഡബിൾ കോൺട്രാക്ട്. ഇത് ഈ ചാപ്റ്ററിൽ പിന്നെ ഇവിടെ തന്നെ വരാനുള്ള കാരണം അത് ടൈപ്സ് ഓഫ് കോൺട്രാക്ടില് വോയിഡ് കോൺട്രാക്ട് എന്താ, വോയിഡബിൾ കോൺട്രാക്ട് എന്താ, എഗ്രിമെന്റ് ഇല്ലീഗൽ എഗ്രിമെന്റ് എന്താ, വോയിഡ് എഗ്രിമെന്റ് എന്താന്നൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വോയിഡ് കോൺട്രാക്ടിന്റെ പ്രത്യേകത, ആദ്യം കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ആയിരുന്നു, പക്ഷെ പിന്നീട് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നത് ഹൈവേയുടെ തൊട്ടടുത്താണ്. ആൻഡ് തൊട്ടടുത്തേക്ക് എന്ത് ചെയ്തു, അതിന്റെ വീതി കൂട്ടി. ഇനി അവിടെ കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല. 2 വർഷമായി ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിരുന്നു. റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞ കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല. ഇറ്റ് വാസ് എ വാലിഡ് ബട്ട് സീസസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്റ്റോപ്പ്. ഇപ്പൊ അൺഎൻഫോഴ്സിബിൾ ആയി. ഇനി നിങ്ങൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യാൻ അവിടെ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് കിട്ടണമെന്നും ഒന്നും വാശി പിടിക്കാൻ പറ്റില്ല. അതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. എന്നാൽ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ റെപ്പുഡിയേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്യാൻസൽ എന്നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടിലേതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം, അതല്ലെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ വില്ലാണ്, ആഗ്രഹപ്രകാരമാണ്. നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി പാർട്ടി. വോയിഡ് കോൺട്രാക്റ്റിൽ പിന്നെ വോയിഡ് ആയതിനു ശേഷം അങ്ങോട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ എൻഫോഴ്സിബിൾ അറ്റ് ദ ഡിസയർ ഓഫ് അഫക്റ്റഡ് പാർട്ടി. വ്യക്തിമായ വ്യക്തിക്ക് വോയിഡബിൾ കോൺട്രാക്റ്റില് അത് വാലിഡേറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എതിർ കക്ഷിക്ക് എന്ത് ചെയ്യാം, അൺഡ്യൂ ഇൻഫ്ലുവൻസും മിസ്റെപ്രസെന്റേഷനും മിസ്റ്റേക്കും ഒക്കെ കളിച്ചതാണെങ്കിൽ പോലും കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടായി വരും. ഇറ്റ് ഈസ് വോയിഡ് ഫ്രം വെരി ബിഗിനിങ് ടു എൻഡ്. അതിന്റെ ബിഗിനിങ് മുതൽ എൻഡ് വരെ അത് ആക്ച്വലി എന്താണ്, അത് ആക്ച്വലി എന്താണ്, അത് വോയിഡ് ആണ്. എഗ്രിമെന്റ് രജിസ്റ്റർ മാരേജ് എഗ്രിമെന്റ് രജിസ്റ്റർ ട്രേഡ് എഗ്രിമെന്റ് രജിസ്റ്റർ ലീഗൽ പ്രൊസീഡിങ്സ്. ഈ പറഞ്ഞ എഗ്രിമെന്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് വോയിഡ് എന്താണ്, കോൺട്രാക്ട് അത് വോയിഡ് എന്താണ്, എഗ്രിമെന്റ് ആണ്. ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ആൻഡ് ഇറ്റ് ഈസ് വാലിഡ് ഇൻ ദ ബിഗിനിങ്, ബട്ട് ഇറ്റ് ഈസ് സബ്സിക്വന്റ്ലി ഡിക്ലെയർഡ് ആസ് എ വോയിഡ്. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മക്കളെ അത് പറ്റി അതിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. വോയിഡ് കോൺട്രാക്ടില് ഇറ്റ് ഈസ് വാലിഡ് ഇൻ ദ ബിഗിനിങ് എന്നുള്ളത് വോയിഡ് കോൺട്രാക്ടിൽ വരേണ്ട ഐറ്റമാണ്. ബട്ട് ഇറ്റ് ഈസ് സബ്സിക്വന്റ്ലി ഡിക്ലെയർഡ് ആസ് എ വോയിഡ് എന്നുള്ളത് ഇങ്ങോട്ട് വരേണ്ട പോയിന്റ് ആണ്. അത് അങ്ങോട്ട് പോയി. ഇറ്റ് ഈസ് വോയിഡ് ഫ്രം ദ എൻഡ് എന്നുള്ളത് ഇങ്ങോട്ട് വരേണ്ടതാണ്.
ഓക്കെ, ഇറ്റ് ഈസ് വോയിഡ് ഫ്രം ബിഗിനിങ് ടു എൻഡ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരണം. Agreement is a void only if it is made with the person having no contractual capacity without consideration. Agreement is a voidable when it is consent is based on coercion അല്ലെങ്കിൽ fraud. Agreement is a voidable when the consent is based on coercion അല്ലെങ്കിൽ fraud. Contract can be executed if it is declared valid by affected party. ഇത് രണ്ടും ഞാൻ അതിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടത്തേക്ക് വേണ്ടത് contract which is ceases to be enforceable by law become void when it is enforceable by when it is ceases to be enforceable void contract varanam, not enforceable by any party patula, and agreement is a void only if it is made with the person having no contractual capacity without considerations. ഇത് ഇതിൽ വരണം. ആൻഡ് agreement is a voidable when consent is based. ഇത് രണ്ടും ഇപ്പുറത്തേക്ക് വരേണ്ട പോയിന്റുകളാണ്. അത് ബൈ മിസ്റ്റേക്കിൽ മാറിക്കൊടുത്താണ്. അപ്പൊ അത് അവിടെ നോട്ട് ചെയ്യപ്പെടണം. ദിസ് ഇസ് കോൾഡ് വോയിഡ് കോൺട്രാക്ട് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട്. ഇല്ലീഗൽ അഗ്രിമെന്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായും കഞ്ചാവ് നിയമത്തിനെതിരാണ്. വോയിഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് നിയമത്തിനെതിരല്ല, പക്ഷെ അത് വോയിഡ് ആണ്. അഗ്രിമെന്റ് രജിസ്റ്റേർഡോ മാരേജ് ട്രേഡ് ഒക്കെ ഇറ്റ് ഈസ് വോയിഡ് ആൻഡ് ഇല്ലീഗൽ. വോയിഡ് ആണ്, ഇല്ലീഗലുമാണ്. ആൻഡ് ഇറ്റ് ഈസ് വോയിഡ് ആണ്, പക്ഷെ എന്തല്ല, ഇല്ലീഗൽ അല്ല. ആൻഡ് എഗ്രിമെന്റ് ഇല്ലീഗൽ ആണെങ്കിൽ അതിനെ സഹായിക്കുന്ന, അതിനെ അനുബന്ധിച്ച് വരുന്ന എല്ലാ എഗ്രിമെന്റുകളും ഇല്ലീഗൽ ആണ്, വോയിഡ് ആണ്. ഞാൻ കഞ്ചാവ് ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ അതിന് പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചാൽ അത് ആക്ച്വലി എന്താണ്, ആ കോൺട്രാക്റ്റും തേർഡ് പാർട്ടിയുമായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റും ആക്ച്വലി ഇല്ലീഗൽ ആണ്. ബേസിക് അഗ്രിമെന്റ്സുകൾ എന്താണ്, വോയിഡ് ആണെങ്കിൽ പിന്നീട് അതിനോടനുബന്ധിച്ച് വരുന്ന കോൺട്രാക്റ്റുകളൊക്കെ വേണമെങ്കിൽ എന്താവാം, വാലിഡ് ആയി പരിഗണിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വണ് എഗ്രിമെന്റ്സും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി സെറ്റ് ഓഫ് പ്രോമിസ്, എവറി പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഓഫറും ആക്സെപ്റ്റൻസും കൂടി കൂടിയതാണ് പ്രോമിസ്. ആൻഡ് അതോടുകൂടി കൺസിഡറേഷനും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് അതിന് എഗ്രിമെന്റ് ആയി മാറുന്നത്. So every promise and every set of promise forming consideration for each other is called agreement. എന്നാൽ കോൺട്രാക്ട് ആവണമെങ്കിൽ എഗ്രിമെന്റിന്റെ കൂടെ എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ വേണം. സോ കോൺട്രാക്ട് ഈസ് എ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, അത് അതിന്റെ ഡെഫിനിഷൻ. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് കൺസിഡറേഷനും കൂടി വരുമ്പോഴാണ് ആക്ച്വലി എന്തായിട്ട് മാറുന്നത്, എഗ്രിമെന്റ് ആയിട്ട് വരുന്നത്. ആക്സെപ്റ്റഡ് പ്രപ്പോസൽ അഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ വരുമ്പോഴാണ് കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. എല്ലാ എഗ്രിമെന്റുകളും എന്തല്ല, കോൺട്രാക്ട് അല്ല. എഗ്രിമെന്റ് രജിസ്റ്റേർഡോ മാരേജും ട്രേഡും ഒന്നും കോൺട്രാക്ട് അല്ല. എന്നാൽ കോൺട്രാക്ട് ആകുന്ന എല്ലാ എഗ്രിമെന്റുകളും, കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്, എല്ലാം എഗ്രിമെന്റ് ആണ്. നോ ലീഗൽ ഒബ്ലിഗേഷൻസ് എഗ്രിമെന്റില്, കാരണം അത് ലീഗൽ ഒബ്ലിഗേഷൻ ആവണമെങ്കിൽ അതിന് എൻഫോഴ്സിബിലിറ്റി വേണം. എന്നാൽ കോൺട്രാക്ട് ആയി കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്, ലീഗൽ ഒബ്ലിഗേഷൻസ്, ബാധ്യത ഉണ്ട്. കോൺട്രാക്ട് വൈഡർ ടേം ആണ്, ബോത്ത് ലീഗലും സോഷ്യലും. ലീഗൽ അല്ലെ, എഗ്രിമെന്റ് എന്ന് പറയുമ്പോ എല്ലാം പെടും. അത് ലീഗൽ ആവാം, സോഷ്യൽ ആവാം, ഇല്ലീഗൽ ആവാം, എക്സ്പ്രസ്ഡ് ആവാം, ഇംപ്ലൈഡ് ആവാം, ഒക്കെ വരാം. പക്ഷെ കോൺട്രാക്ട് നാരോ സെൻസ് ആണ്. അത് ഈ ഇപ്പറഞ്ഞ കുറെ കോൺട്രാക്റ്റിൽ നിന്നും എൻഫോഴ്സിബിൾ, നിയമം വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ മാത്രമേ നമ്മൾ എന്തായി പരിഗണിക്കുന്നുള്ളൂ, കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ സാറേ? എവരിവൺ ഓക്കെ അല്ലേ? യെസ് സർ. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡറേഷനും അപ്പുറത്തെ യൂണിറ്റ് എടുക്കും. ആൻഡ് അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അങ്ങനെ അത് ബാക്കി 6 ദിവസം കൊണ്ട് ഈ കോൺട്രാക്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന സകല കേസ് സ്റ്റഡീസും പ്ലസ് അതിന്റെ ഡിഫറൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ 1 മണിക്കൂർ കൊണ്ട് തീർക്കും. ബാക്കി എക്സ്ട്രാ വരുന്നത് നിങ്ങളുടെ റിസ്ക് ആണ്. ഇതാണ് ഇമ്പോർട്ടന്റ് എന്നല്ല അതിന്റെ അർത്ഥം. മീൻസ് നമ്മള് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ഇടുന്നത് എന്തല്ല, ഞാനല്ല. ആൻഡ് നിങ്ങൾ ഇതെങ്കിലും എന്ത് ചെയ്യണം, ആ യൂണിറ്റിൽ നിന്ന് ബൈ ഹാർട്ട് ചെയ്ത് പോകണം. കാരണം നമ്മൾ മൊത്തം ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രൊവിഷൻസ് മൊത്തം കാണാപാഠം പഠിക്കുമ്പോൾ ഒരു 80% ഒരു 4-5 എണ്ണം ടച്ച് ചെയ്യാതെ പോകൂല എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ അല്ലെ? ഡിഫറൻസും അങ്ങനെ തന്നെയാണ്. ഒരു ഇയറും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഡിഫറൻസ് നോക്കുന്ന സമയത്ത് 1, 2, 3 ഡിഫറൻസുകൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. സോ എല്ലാ ചാപ്റ്ററിലും ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഡിഫറൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 15 മാർക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രതീക്ഷിച്ചാൽ അവിടെ നിന്നും ഒരു 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം.
ബാക്കി മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? ആ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ സാറേ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളെ എന്ത് ചെയ്യാം, ബാക്കി 2 യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു സർ.